നീറ്റു പഠനം കഴിഞ്ഞു. കാരണം മുൻപ് പഠിക്കാണ്ട് എഴുതിയത്, അങ്ങനെ 3 കിട്ടി. ഇത് പഠിച്ചതിന് ശേഷം ആദ്യമായിട്ട് വരണം. അപ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് പഠിക്കണ ഒരു സ്വഭാവമുണ്ട്. മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. മാതാവിനെ പരീക്ഷിക്കാനൊന്നല്ല കേട്ടോ, ചുമ്മാ മാതാവിനോട് ചോദിച്ചു, ഒരു നല്ല എളുപ്പമുള്ള ക്വസ്റ്റിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് വെറുതെ ചോദിച്ചു, ഈ ക്വസ്റ്റ്യൻ തന്നെ വരുത്തുമോ അവിടെ? അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നമുക്കൊരു വിശ്വാസമാവുകയും ചെയ്യും, ഒരു മറ്റുള്ളവരോട് പറയാനൊരു സാക്ഷിയാവും. എനിക്ക് അതിൻ്റെ സാക്ഷ്യം തരുമോ മാതാവ്? അപ്പം അങ്ങനെ വെറുതെ എന്നിട്ട് ഞാൻ അടുത്തൊരു വരി പറഞ്ഞു, കാരണം എനിക്ക് പേടിയാണ്. അപ്പോൾ അച്ചവിടെ പ്രസംഗത്തിൽ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, പരീക്ഷിക്കാൻ പാടില്ല, നമ്മൾ ഉറച്ച് വിശ്വസിച്ചാൽ മാത്രം മതി. അപ്പം ഞാൻ വെച്ചാൽ അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ വരും ഉറപ്പാണ്. പഠിച്ചു വെള്ളം പോലെ പഠിച്ചു കാണാം. അതിന് എനിക്ക് അവിടെ നിന്നിട്ട് ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടു, അത്രയും കാണാപ്പാടം പഠിച്ചു പോയി. അവിടെ നിന്നപ്പോൾ അതേ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലൊരു ക്വസ്റ്റ്യനെ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് ചോദിച്ചുള്ളൂ. അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ സങ്കടമായി. മറ്റേ ക്വസ്റ്റ്യൻ കൂടി ചോദിക്കായിരുന്നു എന്ന് തോന്നി. പക്ഷേ അത്യാഗ്രഹമാണല്ലോ, കുഴപ്പമില്ല, പാസ്സായി. അത്യാവശ്യം നല്ല മാർക്കോടുകൂടി പാസ്സായി. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ തന്നു. അവിടെ ചെന്നപ്പോഴും ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ എക്സാം കഴിഞ്ഞ് വന്ന് ഞാൻ ബാക്കി പിന്നീട് ബുദ്ധിമുട്ടായിട്ട് കിട്ടാണ്ട് പല പിള്ളേരും എൻ്റെ ഫ്രണ്ട്സിലുണ്ടായിരുന്നു. ഇത് എത്ര പ്രാവശ്യം ഇതിന് കിട്ടാത്തവർക്കൊക്കെ ഞാൻ പറയാറുള്ളത്, എൻ്റെ കയ്യിലൊരു തൈലുണ്ട്, കൊണ്ടുപൊക്കോ, പക്ഷെ അത് എനിക്ക് ആവശ്യത്തിന് തന്നതാണ്, പ്രാർത്ഥിച്ച് വിശ്വാസത്തോട് ചെയ്യണം, ചെയ്ത് കഴിഞ്ഞ് കിട്ടിയ മാതാവിനോട് പറയണം. ഇത്രയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൊട്ടോ, ഞാൻ പ്രാർത്ഥിച്ചോളാം. ആ സമയം നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്തോട് പറഞ്ഞാൽ മതി, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാം. മാതാവിനോട് ചോദിച്ചു, ഒന്നും എനിക്കിതുവരെ തരാതിരുന്നിട്ടില്ല. അങ്ങനെ തരാതിരുന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു കാര്യം തരാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ എൻ്റെ 4 എക്സാമും പാസ്സായി. ഇങ്ങനെ പാസ്സായിട്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഏകദേശം ഒരു വർഷമൊക്കെ എടുക്കും. ജർമ്മനിയുടെ പ്രോസസ്സിങ് നല്ലോണം സമയം എടുക്കുന്ന പ്രോസസ്സിങ്ങാണ്. 1 വർഷം കഴിഞ്ഞു, ഒരു അനക്കമായിട്ടില്ല. ഒരുവിധം യുദ്ധം ചെയ്ത് ജയിച്ചു, പക്ഷേ പ്രോസസ്സിങ് ഒന്നും കാര്യമായിട്ട് നടക്കണില്ല. പ്രായമാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുക. അവിടുത്തെ റൂൾസ് ആണെങ്കിൽ ഇനി മാറുമല്ലോ എന്ന് പേടിച്ച് ആകെ സങ്കടമായി. 1 വർഷം തികഞ്ഞന്ന് എനിക്ക് ഓൾറെഡി ഉടമ്പടി പുതുക്കാനുള്ള സമയമായിരുന്നു. അപ്പം അന്ന് ഞാൻ ജോസഫ് അച്ഛനെ വന്ന് കണ്ടിട്ട് അച്ഛനോട് ഞാനിങ്ങനെ പറഞ്ഞു, അച്ഛൻ 1 വർഷത്തോളമായി എൻ്റെ ശരിയാവില്ല, എനിക്കൊന്നും പ്രോസസ്സിങ്ങിലൊരു നീക്കം കാണാനില്ല, ജയിച്ചു എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ കവിളത്ത് തട്ടി തൊടുത്ത് പറഞ്ഞു, എന്തിനാ ഇങ്ങനെ കരയണേ, ഉടമ്പടി അല്ലേ കയ്യിലിരിക്കണത്, അങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ കരയാവോ എന്ന് ചോദിച്ചു. ആ ഉടമ്പടിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, വേറെ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു.